ഇടതുപക്ഷത്തിന് പരമ്പരാഗത വോട്ടുകൾ അവിടെയുണ്ട്. അവിടെ ഒരു നേരിയ ലീഡാണ് നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോഴും ഒരു തിരിച്ചടി അതിനകത്തുണ്ടാവുന്നുണ്ട്. പക്ഷേ സൈത്ത് പറഞ്ഞ പോലെ കരുളായിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്ന സമയമാണ്. അപ്പോഴത്തേക്കാണ് ഏതായാലും UDF വിചാരിച്ച പോലുള്ള ഒരു പാറ്റേൺ, വഴിക്കടവ് തൊട്ടുള്ള ട്രെൻഡ് അത് നിലമ്പൂർ നഗരസഭയ്ക്ക് അപ്പുറത്തേക്ക് കരുളായിലും അമരമ്പലത്തിലേക്കും അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയം. 6957 വോട്ടുകൾ മാത്രമാണ് ഇതുവരെ NDA സ്ഥാനാർത്ഥി നേടിയിട്ടുള്ളത്. അപർണ, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കണക്കാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP വോട്ടുകൾ UDF-ലേക്ക് ഒഴുകി എന്ന ആരോപണം വളരെ വ്യക്തമായി. 12,000 വോട്ടുകൾ ഉണ്ടായിരുന്നു 2016-ൽ 12,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. 21-ൽ അത് 8,400 അവിടെ നിന്ന് അതെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അത് UDF-ന് അനുകൂലമായി എന്നുള്ളതാണ്. 6957 വോട്ടുകൾ മാത്രമാണ്. മലയോര കർഷകർ, ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ അവിടെ ഒരുപാടുള്ള ഒരു സ്ഥലത്ത് BJP സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമാണ്. വെള്ളാപ്പള്ളി പറയുന്നത് ഈ വോട്ടൊക്കെ ഇടതുപക്ഷത്തിന് പോയി എന്നുള്ളതാണ്. അതായത് ലീഗാണ് അവിടെ പ്രവർത്തിച്ചത്. ഇതൊരു മുസ്ലിം പ്രീണന അവിടെ നടന്നു. അപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഹിന്ദു വോട്ടുകൾ പോയി. അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഇനി മറ്റുള്ളവർ 11,718 നമ്മുടെ കണക്ക്. ചില ചാനലുകൾ 11,000 കടന്നു അല്ലെങ്കിൽ 12,000 ആയി എന്നൊക്കെയുള്ള കണക്കുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ കണക്ക് 11,718 അത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഔദ്യോഗികമായി കിട്ടുന്ന കണക്കാണ്. 11,718 ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം, വ്യക്തമായ ഭൂരിപക്ഷം, വളരെ കരുത്തോടെ, നിലമ്പൂർ തേക്കിന്റെ കരുത്തോടെ ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു വരികയാണ്. 16ാമത്തെ റൗണ്ടിൽ നേരിയ ലീഡ് നിലനിർത്താൻ സ്വരാജിന് കഴിഞ്ഞിരിക്കുന്നു. വളരെ ചുരുക്ക റൗണ്ടുകൾ മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് അത് പറ്റിയിരിക്കുന്നത്. അതിനകത്ത് 4003 എന്ന വോട്ട് റൗണ്ട് 16-ൽ അങ്ങനെ LDF-ന് കരുളായി പഞ്ചായത്തിലേക്ക് കടക്കുമ്പോൾ 236 വോട്ടിന് സ്വരാജ് ലീഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അമരമ്പലവും അത് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ളതാണ്. ഇപ്പോൾ 10,000 കടന്നിരിക്കുന്ന ലീഡ് ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. ആ 10,000-ൽ നിന്ന് താഴേക്ക് വരുമോ ഈ രണ്ട് പഞ്ചായത്തുകൾ എണ്ണുമ്പോൾ എന്നുള്ളതാണ്. പക്ഷേ നേരിയ തരത്തിലുള്ള ലീഡാണ്. കഴിഞ്ഞ തവണ നല്ല ലീഡുണ്ടായിരുന്ന 2 പഞ്ചായത്താണ്. പക്ഷേ അതങ്ങനെയല്ല. ഇത്തവണ വളരെ നേരിയ ലീഡാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോത്തുകല്ലുണ്ടായ തിരിച്ചടിയേക്കാളും ഭേദമാണ് ഇടതുപക്ഷത്തിന് എന്ന് പറയാം. നിലമ്പൂർ നഗരസഭയിലുണ്ടായ വലിയ തിരിച്ചടിയേക്കാളും ഭേദമാണ് എന്ന് പറയാം. ഭേദം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടി തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം എന്നത് UDF നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. ഭരണവിരുദ്ധ വികാരം എന്ന് UDF നേതാക്കൾ വ്യക്തമാക്കുന്നു. കൂട്ടായ്മയുടെ വിജയമെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. കാവൽ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തല അസന്നിഗ്ധമായി പറയുന്നു. അങ്ങനെ തീർച്ചയായും LDF-ന് വലിയ തിരിച്ചടിയാണ് നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രചണ്ഡമായ പ്രചരണം, മന്ത്രിമാരെയൊക്കെ ഇറക്കി മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്ത് നടത്തിയ വലിയൊരു പ്രചരണം ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് ഒരു ഘട്ടത്തിൽ സ്വരാജ് നമ്മളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ അങ്ങനെ വിലയിരുത്തലാണെങ്കിൽ ഭരണത്തെ ജനങ്ങൾ തൂത്തെറിയണം എന്നുള്ള വിധിയാണ് ജനം പറഞ്ഞത്. ആന്റണിയുടെ പ്രതികരണം വരുന്നു. UDF സർക്കാർ വരാൻ പോകുന്നതിന്റെ സൂചനയാണ്. 2 വട്ടം ഭരിച്ചു, ഇനി 3-ാം ഊഴത്തിന് ആരും സ്വപ്നം കാണണ്ട എന്ന് പറയുന്നു. ഇത് നേരത്തെ രമേശ് ചെന്നിത്തലയും പറഞ്ഞു കഴിഞ്ഞു. ഇത് സെമി ഫൈനലാണ്. ഇനി വരാനിരിക്കുന്ന 2026-ലെ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലാണ്. സർക്കാർ പുനർവിചിന്തനം നടത്തണം. അത് UDF-നോട് കണ്ണു തുറക്കാൻ അൻവറും പറഞ്ഞിട്ടുണ്ട്. ജനകീയ വിഷയങ്ങൾ, മലയോര മേഖലയിലെ കർഷകരുടെ വിഷയങ്ങളടക്കം വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഈ ജനകീയ വിഷയങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് അതൊക്കെ വോട്ടായിട്ടുണ്ട്.